ഒരു 15 ആൾക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി പൊരിച്ച ചിക്കൻ ഇട്ടുള്ള ഒരു ബിരിയാണി ആട്ടാ. കറക്റ്റ് അളവും കാണുക. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ 3 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്ത്, ഒരൊറ്റ കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് 1 ടേബിൾ സ്പൂൺ ചേർക്കുക. 100 ഗ്രാം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പൊരിച്ചെടുത്താൽ മതിട്ടാ. എന്നിട്ട് അത് നല്ല ചൂടായ എണ്ണയിൽ പൊരിച്ചെടുത്തിട്ട് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ട് വരുമ്പോൾ 100 മില്ലി ഓയിൽ, ഏത് ഓയിൽ ഉപയോഗിക്കട്ടെ, നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യും കൂടെ എടുത്തിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് 10 പച്ചമുളകാണ്ട് ചേർത്ത് കൊടുത്ത്. അധികം തട്ടാ സവാള, നമ്മൾ മൊത്തം 400 ഗ്രാം സവാള 1 കിലോനേക്ക് വേണ്ടത്, നമ്മൾ 200 ഗ്രാം ഇതിലേക്ക് ഇടുന്നുണ്ട്. ബാക്കി നമ്മൾ പൊരിച്ചെടുക്കട്ടാ. എന്നിട്ടേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ 3 കിലോന് ഉണ്ടാക്കുമ്പോൾ അധികം 600 ഗ്രാം സവാളാണ് നമ്മൾ വാട്ടാനിട്ടിട്ടുള്ളത്. അത് വാടി വരുമ്പോഴേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ് ചേർത്ത് കൊടുക്കുക. അതിന് പച്ചമണം മാറി വന്നാൽ 600 ഗ്രാം തക്കാളി അരിഞ്ഞതായി ഇട്ട് കൊടുത്ത്. എന്നിട്ട് ഇതാ ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ ഗരം മസാല പൊടിച്ചത്, അതൊന്നും ഇങ്ങോട്ട് ഇളക്കി വാട്ടി വേവിച്ചെടുക്കുക. എന്നിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് കണ്ട് ഒഴിച്ചു കൊടുത്തിട്ടാ. ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഒരൊറ്റപ്പിടി മല്ലിയിലും പുതിനയിലും കൂടെ ചേർത്ത് കൊടുത്ത്. എന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് വാടി വന്നതിന് ശേഷം നമ്മൾ ആദ്യം മസാല കൂട്ടി വെച്ച ചിക്കന് പൊരിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മസാലയിൽ ഇട്ടതിന്റെ ബാക്കി ബാലൻസ് സവാള പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് മൊത്തമായിട്ട് ഇത് അതിന്റെ മേലെ കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ മസാലയിൽ നന്നായിട്ട് ഒന്നും കണ്ട് ഇളക്കി കുഴച്ചതിന് ശേഷം ഇതിൽ കുറച്ച് മസാല കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാകാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരല്പം നിങ്ങൾക്ക് എത്രയാണോ മസാല വേണ്ട അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് പൊരിച്ച സവാള അതിന്റെ മേലെ കൂടി ഒന്ന് വാരി വെതറിയതിന് ശേഷം നമ്മൾ ഊറ്റിയിട്ടാണ് ഇട്ടെടുക്കുന്നത്. വേവിച്ചിട്ട് 90% വെന്ത റൈസാണ്. ഈ കുറഞ്ഞ അളവിലൊക്കെ ഇടുമ്പോൾ 90% വെന്ത ഇടായിരിക്കും നല്ലത്, ഈ 2 കിലോ 3 കിലോനൊക്കെ. എന്നിട്ട് ഒരു ലെയർ ചോറ് ഇട്ടതിന് ശേഷം അതിന്റെ മേലെ കൂടി സവാള പൊരിച്ചത്, കക്കരിയിലെ ക്യാരറ്റും മല്ലിയിലും എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി അടുത്ത ലെയർ ചോറും കൂടെ ഇട്ടിട്ട് നല്ല നെയ്യ് മേലെ കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു 50 ഗ്രാം നെയ്യാണ് ഇട്ട മൊത്തമായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അടച്ചു വെക്കുക, ഒരു വെയിറ്റ് മേലെ കയറ്റി വെക്കുക. താഴെ ചെറിയ ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് കൊടുത്താൽ മതിട്ടാ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ദമ്മ് പൊട്ടിച്ചാൽ മതിട്ടാ. എന്നിട്ട് സെർവ് ചെയ്യുക. അടിപൊളി ബിരിയാണിയാണ്.